കോഴിക്കോട് പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. കോഴിക്കോട്ട് നിന്ന് സമീർ, ഇതിൽ ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരാണ്, UDF പ്രവർത്തകരാണ് എന്ന് നേരത്തെ ആരോപണം ഉന്നയിച്ചത് CPM നേതാക്കളൊക്കെ തന്നെയാണ്, DYFI നേതാക്കളൊക്കെ തന്നെയാണ്. അത് ശരിവെക്കുന്ന ദൃശ്യങ്ങൾ എന്ന മട്ടിലാണോ പോലീസ് ഈ ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തുവിടുന്നത്? ആർക്കൊക്കെ എതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? വിജയകുമാർ, വെള്ളിയാഴ്ച രാത്രി ഉണ്ടായിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പോലീസ് അന്നത്തെ ഫുട്ടേജ് വിഷ്വൽസ് ഒക്കെ തന്നെ ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. പോലീസിന് വേണ്ടിക്കൊണ്ട് ദൃശ്യങ്ങൾ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ആ വേളയിലാണ് പോലീസിനെതിരെ എറിയുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. അതോടൊപ്പം തന്നെ മറ്റ് വിഷ്വൽസ് കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മാർഗങ്ങളിൽ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് ഈ ഒരു നടപടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ ഒരു കേസ് കൂടി പേരാമ്പ്ര പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 700ഓളം UDF പ്രവർത്തകർ അവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ വേളയിൽ അതിനകത്ത് നിന്ന് ആരോ ഒരാളാണ് ഈ തരത്തിൽ ഈ സ്ഫോടക വസ്തു എറിഞ്ഞത്. അത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരുടെ നടുവിലേക്ക് വന്ന് വീഴുകയും അത് ഉഗ്ര ശബ്ദത്തോടുകൂടെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ആ സ്ഫോടനത്തിന് പിന്നീട് സംഘർഷഭരിതമാവുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് പുതിയ ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു FIR അല്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് UDF പ്രവർത്തകർക്കെതിരെ ഏതോ ഒരുവൻ എന്ന കാര്യമാണ് FIR പ്രതിപാദിക്കുന്നത്. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് വ്യക്തികളിലേക്ക് കൂടി അന്വേഷണം എത്തും എന്നതിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു കേസ് കോൺഗ്രസ്സുകാർക്കെതിരെ എടുത്തിരുന്നു, UDFകാർക്കെതിരെ എടുത്തിരുന്നു. അതിൽ ഷാഫി പറമ്പിൽ MP 1-ാം പ്രതിയും DCC പ്രസിഡന്റ് 2-ാം പ്രതി ആയിരുന്നു കേസ്. അതുപോലെ തന്നെ മറ്റേ 8 പേർക്കെതിരെയും കേസുണ്ടായിരുന്നു. കൂടാതെ കണ്ടാൽ അറിയാവുന്ന 692 UDF പ്രവർത്തകർക്കെതിരെയും കേസുണ്ടായിരുന്നു. കൂടാതെ CPIM പ്രവർത്തകരായ 500-ൽ-അധികം പേർക്കും കേസുണ്ടായിരുന്നു. ഇതിന് പിറകെയാണ് ഇപ്പോൾ മറ്റൊരു കേസ് കൂടി വന്നിരിക്കുന്നത്. അതിലാണ് സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപായപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്ഫോടക വസ്തു ഉപയോഗിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കലാപശ്രമം, പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അപായപ്പെടുത്താൻ ശ്രമം തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ പ്രകാരമാണ് പുതിയ FIR പേരാമ്പ്ര പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.